ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദീപാസ് കിച്ചൺ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുകയാണേ. ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്താണെന്ന് പറയട്ടെ. ഒരു വൻപയർ ചീരക്കറിയാണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഫ്രണ്ട്സ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ എടുത്തേക്കുന്ന വൻപയറാണേ. കഴുകി വൃത്തിയാക്കിയ വൻപയർ കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു വലിയ ടൊമാറ്റോ കട്ട് ചെയ്തത്, 5 അല്ലി വെളുത്തുള്ളി, ഒരു 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി നമുക്കിതൊരു 5 വിസിൽ അടുപ്പിച്ചിട്ട് വരാം. കുക്കറൊക്കെ വിസിലടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വൻപയറെല്ലാം ഇതേപോലെ ഒന്ന് വെന്ത് കിട്ടണേ. ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്, അതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 7-8 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു സവാള കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം ഒന്ന് വഴണ്ട് കിട്ടണം. ഉള്ളിയെല്ലാം ഇതേപോലെ ഒന്ന് വഴണ്ട് കിട്ടണേ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പച്ചച്ചീര ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് ചുമന്ന ചീര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റി എടുക്കണേ. ഇതിന്റെ പച്ചമണം എല്ലാം ഒന്ന് മാറിക്കിട്ടാൻ. ചീരയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന വൻപയറും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ. ഇനി ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ തിളച്ച് വറ്റി വരണം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ്. 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് തേങ്ങാപ്പാലാണേ. തേങ്ങാപ്പാൽ ചേർത്ത ശേഷം ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയേ. ഉപ്പെല്ലാം പാകത്തിനാണോ എന്നൊന്ന് നോക്കാവേ. ഉപ്പെല്ലാം പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്ക്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ചീരകം പൊടിച്ചതാണ്, വലിയ ജീരകം പൊടിച്ചത്. കറിയെല്ലാം ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയെല്ലാം ചൂടായി കിട്ടി. അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു വറ്റൽമുളക്, എല്ലാം ഒന്ന് ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില. സ്റ്റൗ ഓഫ് ചെയ്യാം. കടുക് താളിച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമ്മുടെ കറിയെല്ലാം റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണേ. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ.